കഴിക്കാൻ പോകുന്നത്? ഓ നിന്റെ ഒരു കാര്യം അത് മാറി നിൽക്കും. ഞാൻ ഉണ്ടാക്കാല സൂക്ഷിക്കല്ലേ. ഇപ്പൊ പഞ്ചസാര കണ്ടാ നിനക്ക് അറിയില്ല. നിനക്ക് എന്താ അരണബുദ്ധിയാണോ? അതാ പറഞ്ഞത് രണ്ടും ഒരേപോലത്തെ കുപ്പിയിൽ ഇട്ടെടുക്കുന്നത്. മനസ്സിലായോ നിനക്ക്? ഞാൻ ഓർത്തതായിരുന്നു ആന്റി, മാറിപ്പോയത്. ആൻറ്റി, എനിക്കൊരു സംശയം. എന്നാലും അതെന്താ അരണബുദ്ധി അരണബുദ്ധി എന്ന് പറയുന്നത്? അരണയ്ക്ക് എന്താ ബുദ്ധിയില്ലേ? ആരാ പറഞ്ഞേ അരണയ്ക്ക് ബുദ്ധിയില്ല എന്നൊക്കെ? അതൊക്കെ പണ്ട് മുതലേ എല്ലാവരും പറയുന്നതാണ്. എന്നാൽ അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. എന്ത് കഥ? അതിന് കഥയൊക്കെ പറയണമെങ്കിലേ കേൾക്കാൻ കുറച്ച് കുട്ടികളൊക്കെ വേണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എവിടെയാ നേരം? എപ്പോൾ നോക്കിയാലും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കല്ലേ. അതിന് നമുക്ക് ദിയനെ ഗേനെ വിളിക്കാം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ അവർക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ദിയ, ജയ, അമ്മു ചേച്ചി വിളിച്ചോ? ആ വാ, കഥ കേൾക്കാം. അവരെ കൂടി വിളിച്ചോ. കഥ പറയുന്നില്ല. പോവാ. ആന്റി, ദേ കുട്ടിപ്പട്ടാള റെഡി കഥ കേൾക്കാൻ. ആയോ? എല്ലാവരും എത്തിയോ? ദാദാ ഞാൻ ഇപ്പൊ വരാം. പണ്ടൊരിക്കല് അരണയ്ക്കൊരു തോന്നലുണ്ടായി. എന്നെ ആർക്കും ഒരു പേടിയില്ല, എന്നെ എല്ലാവരും ബഹുമാനിക്കണം. അതിനു വേണ്ടിയിട്ട് അരണ എന്ത് ചെയ്തു എന്നറിയോ? വനദേവതേനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഒരു വരം ചോദിച്ചു. എന്ത് വരം? ഞാൻ കടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമേൽക്കണം, എല്ലാവരും മരിക്കണം. അരണയ്ക്ക് വരം കിട്ടിയ ഭയങ്കര സന്തോഷമായി. പക്ഷെ വനദേവത ഒരു നിബന്ധന വെച്ചു. എന്താണെന്നറിയോ? ഈ വരം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂന്ന്. കിട്ടിയ വരം ഉപയോഗിക്കാൻ അരണ തീരുമാനിച്ചു. അപ്പോൾ എന്തായെന്നറിയോ? അരണ ചെന്നിട്ട് ആദ്യം തന്നെ മുയലിനെ ഒന്ന് കടിച്ചു. മുയലിനെ കടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുയൽ ചത്തുപോയി. അയ്യോ കഷ്ടം. അപ്പൊ ഈ അരണയ്ക്ക് അഹങ്കാരം കൂടി. ഞാൻ കടിച്ചു കഴിഞ്ഞപ്പോൾ ഏതായാലും ചാവുന്നുണ്ടല്ലോ. അപ്പൊ അരണ മറ്റു മൃഗങ്ങളെ, ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കടിക്കാൻ തുടങ്ങി, കൊല്ലാൻ തുടങ്ങി. അപ്പൊ ഈ കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ പേടിയായി. ഇതിപ്പോ എന്തെങ്കിലും ഇതിനൊരു തീരുമാനം എടുക്കണമല്ലോ, അല്ലെങ്കിൽ എല്ലാത്തിനും കൊന്നു തീർക്കൂലേ. അപ്പോൾ വീണ്ടും എന്താക്കിയെന്നറിയോ? വനദേവതനെ പ്രത്യക്ഷപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചു, മൃഗങ്ങളെല്ലാം കൂടിയിട്ട്. അപ്പോൾ വനദേവനെ പ്രത്യക്ഷപ്പെടുത്തി വനദേവതയോട് പറഞ്ഞു, ഇങ്ങനെ എല്ലാ മൃഗങ്ങളെയും കൊന്നു തീർക്കുന്നുണ്ട്, ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വനദേവത പറഞ്ഞു, കൊടുത്ത വരം തിരിച്ചെടുക്കാൻ പറ്റൂല, പക്ഷെ അരണയ്ക്കൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞു. അരണയുടെ തല എത്തുന്നിടത്ത് വാലെത്തുമ്പോഴേക്കും അരണ എന്താണോ ഓർത്തത് അത് മറന്നു പോകാനുള്ള മറവി രോഗം കൊടുക്കാമെന്ന്. അപ്പോൾ ഇതാണ് അരണയ്ക്ക് പകുതി എത്തുമ്പോഴേക്ക് എന്തെങ്കിലും ചെയ്യണം, ആരെങ്കിലും കടിക്കണം ചെന്ന് നോക്കുമ്പോഴേക്ക് പകുതി എത്തുമ്പോഴേക്ക് അരണയ്ക്ക് മറന്നു പോകും, അരണ മടങ്ങിപ്പോവും. അതിനുശേഷം അരണ ആരെയും കടിച്ചിട്ടില്ല, കാരണം അരണയ്ക്ക് കടിക്കാൻ വരുമ്പോഴേക്കും മറന്നു പോവും. അങ്ങനെയാണ് അരണയ്ക്ക് മറവി രോഗം ഉണ്ടായത്. എങ്ങനെയുണ്ട് കഥ? എല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെ ഒരു കഥയും കൂടി ഉണ്ട്. പരുന്ത് എന്തുകൊണ്ടാണ് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? അറിയില്ല. അത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. ഇപ്പൊ സന്ധ്യയില്ലേ, മക്കളൊക്കെ പോയിക്കോളിന്നാല് കേട്ടാ.